ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്പിളി ലച്ചുമോളെയും എടുത്ത് അനുപമയുടെ വീട്ടിൽ നിന്നും പിണങ്ങി പോവുകയാണ് കേട്ടോ. നേരെ ദാസാറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ രഘുവും അനുപമയും ദയൊക്കെ തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അതൊന്നും അമ്പിളി കേൾക്കാതെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ മാഷിനെ അത് കാണുന്ന സമയത്ത് ഒരുപാട് സങ്കടം വരികയാണ്. അപ്പോൾ രഘു മാഷിനെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മാവൻ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട, അമ്പിളിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ആദ്യം ശബരിക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്തേക്ക്, അവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയട്ടോ. പിന്നീട് വിനയന്റെ വീട്ടിൽ ചീരുവിന്റെ ഫോണിലേക്ക് സരോജിനി ആന്റി വിളിക്കാൻ കേട്ടോ. എന്നിട്ട് എവിടെ ചീരു എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചീരു കുളിക്കാണല്ലോ ആന്റി, എന്ത് വേണം ചീരുവിനോട് അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പറയാം എന്ന് പറയുമ്പോൾ സരോജിനി ആന്റി പറയണ്, കുഞ്ഞുങ്ങൾക്ക് നല്ല ജലദോഷവുമുണ്ട്. സാധാരണ ഇങ്ങനെ വരുന്ന സമയത്ത് ചീരു ഒരു മരുന്ന് കൊടുക്കാറുണ്ട്. ആ മരുന്നിന്റെ പേര് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൊടുത്താൽ ഉടനെ തന്നെ കുഞ്ഞുങ്ങളുടെ അസുഖം മാറും. അതൊന്ന് എനിക്ക് അയച്ചു തരാൻ പറയണം എന്ന് പറയട്ടോ. വിനയൻ ചോദിക്കാണ്, അല്ല അമ്പിളിയും രഘുവേട്ടനും അവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവർ രണ്ടുപേരും എത്തിയിട്ടില്ല, ഇന്നലെ പോയതാണ്, ഇന്ന് എത്തുമായിരിക്കും എന്ന് പറയട്ടോ. എന്തായാലും ചീരുവിനോട് മരുന്നിന്റെ പേര് അയച്ചു തരാൻ പറയണം എന്നും പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ. അങ്ങനെ വിനയൻ അത് കേട്ടപ്പോൾ ദേഷ്യം പിടിക്കുകയാണ്. കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ആ സരോജിനി ആന്റി മാത്രമുള്ളൂ അവിടെ എന്ന് പറയുമ്പോൾ ലംബോദരൻ പറയണ, അതിനെന്താ, ഇത്രയും കാലം അവര് തന്നെയല്ലേ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയത്? അല്ല മാമ, കുട്ടികളെ നോക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രഘുവേട്ടനും അമ്പിളി ചേച്ചിയും കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയത്? ലതിക പറയണ, അത് ശരിയാണല്ലോ, എന്തിനാണാവോ അവരിവിടുന്ന് തിടുക്കപ്പിടിച്ച് കുട്ടികളെ കൊണ്ടുപോയത്? നമ്മളിവിടെ നല്ലതുപോലെ കുഞ്ഞുങ്ങളെ നോക്കുകയായിരുന്നല്ലോ, അവരെവിടെ പോയതാണ് വിനയ എന്ന് ചോദിക്കുമ്പോൾ അവരിവിടെ തന്നെയുണ്ട്. ഇന്നലെ ഞാൻ അവരെ ദാസാറിന്റെ വീട്ടിൽ വെച്ച് കണ്ടു. ഞാൻ ഇന്നലെ അവരോട് ചോദിച്ചപ്പോൾ ഇന്ന് തന്നെ പോവുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇതുവരെയും പോയിട്ടില്ല. എന്നിട്ട് എന്റെ കുഞ്ഞുങ്ങളെ ആ വേലക്കാരിയെ ഏൽപ്പിച്ച് അവരുടെ കുഞ്ഞുമായിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നു. ഇതെന്ത് മര്യാദയാണെന്നുള്ളത് രഘുവേട്ടനെ വിളിച്ച് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ എടുക്കാൻ കേട്ടോ. അപ്പോൾ ലംബോദരൻ തടയുകയാണ്. ആവേശം കാണിക്കേണ്ട വിനയ, ഇപ്പോൾ ആദ്യം ആ പേരെടുത്ത് അയച്ചു കൊടുക്ക്, കുഞ്ഞുങ്ങളുടെ അസുഖം മാറട്ടെ. അപ്പോൾ ലതിക പറയണ, അത് ശരിയാണ്, നീ ഇപ്പോൾ ആരെയും ചോദ്യം ചെയ്യാനൊന്നും പോവേണ്ട വിനയ, നീ എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരാൻ നോക്ക്. അപ്പോഴത്തേക്കും ചീരി കുളി കഴിഞ്ഞു വരികയാണ്. എന്നിട്ട് ചീരുവിനോട് സരോജിനി ആന്റി വിളിച്ച കാര്യം പറയാണ്, മക്കൾക്ക് സുഖമില്ലത്രേ, അപ്പോൾ ഏതോ മരുന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ജലദോഷത്തിന്റെയും ചുമയുടെയും മരുന്നാണ്, അത് ഞാൻ ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കാം. അപ്പോൾ ലംബോദരൻ വിനയനെ മാറ്റി നിർത്തി ചെവിയിൽ പറയാണ്, ഇത്രയുള്ളൂ കാര്യം, ഇതിനാണ് നീ വെറുതെ ബഹളം വെക്കാൻ നിന്നത്. പോലുള്ള നിസാര കാര്യത്തിനൊന്നും നീ വെറുതെ BP കൂട്ടാൻ നിൽക്കേണ്ട വിനയ, ഇത് നിനക്ക് ദോഷം ചെയ്യും എന്നും പറഞ്ഞ് ലംബോദരൻ പോവാണ്. പിന്നീട് സുശീലയുടെ വീട്ടിൽ ഇന്ദ്രന് ചോറൊക്കെ കൊടുക്കുകയാണ് കേട്ടോ സുശീല. എന്നിട്ട് ഇന്ദ്രൻ മതി എന്ന് പറഞ്ഞ് എണീക്കുകയാണ്. അപ്പോൾ സുശീല ചോദിക്കുകയാണ്, എന്താ ഇന്ദ്രൻ, നീ ഒന്നും കഴിച്ചില്ലല്ലോ, എന്താ ഇതൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ലല്ലേ? പെണ്ണുങ്ങൾക്കൊക്കെ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ടാ പോരെ, കഴിച്ചാൽ എന്ത് കഴിച്ചില്ലെങ്കിൽ എന്ത്? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്ന് സുശീല പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ, ഏയ് ഇല്ല അമ്മേ, ആഹാരത്തിനൊന്നും ഒരു രുചിക്കുറവുമില്ല, പക്ഷെ എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്, ചൂടായ കാരണം അധികം ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ സുശീല പറയണേ, സുധന്റെ പെണ്ണതിന് ഭാഗ്യമുള്ളവളാ, അവൾ ഇവിടെ ചുളിവിൽ കയറി പറ്റിയിട്ട് എല്ലാവരുടെയും പ്രീതി പറ്റാൻ അവൾക്ക് കഴിയുന്നുണ്ടല്ലോ. ഇന്ദ്രൻ പറയണേ, എന്താ അമ്മ ഈ പറയുന്നത്? പ്രതിഭ ഇവിടെ ചുളിവിൽ കയറി പറ്റിയതാണ്, അവളെ സത്യം താലി കെട്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ സോന പറയണേ, അങ്ങനെ ചോദിക്ക് ഏട്ടാ, അപ്പൊ അമ്മ ഒരു കാര്യവും ഇല്ലാതെ പ്രതിഭയെ വെറുതെ കുറ്റപ്പെടുത്തുകയാണ്. ഇന്നലെ ഇപ്പോ സുധനങ്ങളെയും കുറെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. സുശീല പറയണേ, സുധനെയും അവന്റെ മകളെയും കുറിച്ച് പറയാനുള്ള അധികാരം എനിക്കുണ്ട്. പിന്നെ സുശീല എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും, അല്ലാതെ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. അപ്പോഴാണ് അവിടേക്ക് സത്യനും ശ്യാമും കൂടി വരുന്നത്. അപ്പോൾ ഇന്ദ്രൻ ചോദിക്കാണ്, അല്ല സത്യനും ശ്യാമും ഇപ്പോഴാണോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത്? സോന പറയണ, അവരെന്നെ വിളിച്ചിരുന്നു, കുറച്ച് നേരം വഴുകും എന്ന് പറഞ്ഞിട്ട്, നീ അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്ക്, ഞാൻ എന്തായാലും കടയിലേക്ക് പോവട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ സത്യം പറയണ, ഏട്ടൻ പോവുകയാണ്, ഞാൻ ഭക്ഷണം കഴിച്ചു, ഇനി നിങ്ങൾ കഴിച്ചോ, ഞാൻ പോവട്ടെ എന്ന് പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ സത്യം പറയണ, ഇന്ദ്രേട്ട, നമ്മുടെ അമ്മ നിർത്തിയെടുത്ത് വെച്ച് വീണ്ടും തുടങ്ങാൻ പോവുകയാണല്ലോ, എന്താ നീ പറയുന്നത്? ഇത് രാഹുലുമായി ഒത്തുപോവാത്തത് കൊണ്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയാണെന്നുള്ളത് ഏട്ടനും അറിയാവുന്നതല്ലേ? അതിൽ പിടിച്ച് അമ്മ സച്ചി സാറിനെയും കുടുംബത്തെയും അപമാനിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അത് സുശീല കേട്ട് വരികയാണ്. എന്നിട്ട് ദേഷ്യപ്പെട്ട് പറയണേ, ഞാൻ സച്ചി സാറിനെയും കുടുംബത്തെയും അപമാനിച്ചെന്നോ? നിന്നോട് ആരാടാ ഈ കല്ല് വെച്ച് നുണ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നുണയൊന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസം അമ്മ സച്ചി സാറിനെയും കുടുംബത്തെയും കണ്ടില്ല എന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സുശീല പറയാം, അതാണോ കാര്യം? കഴിഞ്ഞ ദിവസം ഞാൻ അവരെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ എന്നെ അപമാനിച്ചതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ കല്യാണ മണ്ഡപത്തിൽ നിന്നും തല കുനിച്ച് ഇറങ്ങി വന്ന സമയമുണ്ടല്ലോ, അത് ഞാൻ ഇത്രയെങ്കിലും അവരോട് പറയണ്ടേ? പിന്നെ നീയും പ്രതിഭയും സന്തോഷത്തോടു കൂടിയാണല്ലോ ജീവിക്കുന്നത്, അപ്പോൾ എനിക്കെന്താ അവരോട് അത് പറഞ്ഞാല്? കാരണം ജയിച്ചു നിൽക്കുന്നത് ഇപ്പോ ഞാനാണ്, അവരാണ് ഇപ്പോ തോറ്റു നിൽക്കുന്നത്. സത്യം പറയണേ, അമ്മയുടെ
വിജയം ആഘോഷിച്ചോ, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷെ വെറുതെ ഇന്ദുവിനെ വേദനിപ്പിക്കരുത്. ആ കല്യാണത്തിൽ നിന്നും ആദ്യം പിന്മാറിയത് ഞാനാണ്, അല്ലാതെ ഇന്ദുവല്ല എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണ അത് വിട് സത്യ, അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും, അത് കഴിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ ശ്യാമ പറയണ അങ്ങനെയല്ല ഇന്ദ്രേട്ട, ആന്റി സത്യനെയും ഇന്ദുവിനെയും ചേർത്ത് അപവാദം പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല. ഇന്ദു അത് കേട്ടിട്ട് ആകെ ഷോക്കായിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ സുശീല ആഹാ, അപ്പോ അളിയനും കൂടി എന്നെ ചോദ്യം ചെയ്യാൻ വന്നതാണോ? ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഞാൻ പറഞ്ഞത് അപവാദമല്ല എന്നുള്ളത്. ഇതൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുത്തത് അവള് തന്നെയല്ലേ, പിന്നെ അവളും ഇവനും തമ്മിൽ ബന്ധമില്ലെന്ന് ആര് പറഞ്ഞാലാണ് വിശ്വസിക്കുക? സത്യം പറയണ അമ്മ പറഞ്ഞ അപവാദം പറഞ്ഞത് എന്നോട് അവളല്ല, ഗോകുലാണ് എന്നോട് വന്ന് പറഞ്ഞത്. കാര്യം പറഞ്ഞ് അവനെ ഈ വീട്ടിലേക്ക് വരുത്തരുത് എന്ന് അവൻ എന്നോട് പറഞ്ഞു. നാണമില്ലേ അമ്മയ്ക്ക്? ഞാനും ഇന്ദുവും ഏതു നേരവും ഫോണിലാണെന്നും അതിന്റെ പേരിൽ ഞാനും പ്രതിഭയും എപ്പോഴും വഴക്കാണെന്നൊക്കെ പറയാൻ അമ്മയ്ക്ക് എന്താ നാണമില്ലേ? അമ്മ എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ ജയിക്കാൻ വേണ്ടി സ്വന്തം മക്കളെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? സുശീല പറയണേ ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? ഇന്ദു അന്ന് നിന്നെ വിളിച്ചതിന്റെ പേരിൽ നീയും പ്രതിഭയും തമ്മിൽ ചെറുതായിട്ടൊക്കെ വഴക്കിട്ടിട്ടില്ലേ? നിങ്ങൾ അന്ന് ഹണിമൂണിന് പോയപ്പോ അവൾക്ക് തലവേദന വന്നു, അത് ഇതിന്റെ പേരിലല്ല എന്നുള്ളത് അവൾ പറയട്ടെ. പ്രതിഭ പറയണേ അത് എന്റെ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് എനിക്ക് അങ്ങനെ വന്നത്, അതിനൊക്കെ കാരണം അമ്മ തന്നെയാണ്. സത്യേട്ടനെ കുറിച്ച് പലതരത്തിലും സംശയം തോന്നിക്കുന്ന വിധം പറഞ്ഞു തന്നത് അമ്മ തന്നെയല്ലേ? ഇപ്പോൾ സുശീല ദേഷ്യം പിടിച്ചിട്ട് പ്രതിഭയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാട്ടോ. എന്നിട്ട് പറയണേ നിന്റെ അച്ഛൻ നിന്നെ ഇവിടേക്ക് കയറ്റാൻ വേണ്ടി കാണിച്ച അതേ ബുദ്ധി നീയും ഇപ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കാണിക്കുമെന്ന് എനിക്കറിയാം. എന്നെ തെറ്റുകാരിയാക്കാനാണോ നോക്കുന്നത്? അതും എന്റെ മക്കളുടെ മുന്നിൽ വെച്ച് എന്നെ കുറ്റപ്പെടുത്താനാണോ നീ ശ്രമിക്കുന്നത്? പ്രതിഭ പറയണേ ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ അമ്മ, അമ്മ തന്നെയല്ലേ എന്നോട് ഇന്ദുവിനെ കുറിച്ചും പിന്നെ സത്യേട്ടന്റെ കാര്യത്തിൽ അനുപമ ചേച്ചിയെയും സൂക്ഷിക്കണം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞതോടുകൂടി പ്രതിഭയെ അടിക്കാൻ വേണ്ടി സുശീല കൈ ഒങ്ങാം കേട്ടോ. അപ്പോഴത്തേക്കും ഇന്ദ്രൻ വന്ന് തടയുകയാണ്. അമ്മേ മതി, ഇനിയിപ്പോ മരുമകളെ തല്ലി എന്നുള്ള പേരുദോഷം കൂടിയാണ് അമ്മയ്ക്ക് കേൾക്കാനുള്ളൂ, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ അമ്മയ്ക്ക് എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് ഇന്ദ്രൻ അവിടെ നിന്നും ഇറങ്ങി പോവാൻ കേട്ടോ. എന്നിട്ട് സുശീല ചാടി തുള്ളിയിട്ട് സത്യന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലാണ്. എന്നിട്ട് പറയണേ മനസ്സിലായടാ, എനിക്ക് മനസ്സിലായി, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതിനെന്തായാലും ഈ സുശീലയെ നിന്ന് തരില്ല, നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കൊല്ലുന്നതിന്റെ മുന്നേ ഞാൻ തന്നെ അങ്ങ് ചത്ത് കാണിച്ചു തരാം, നിങ്ങളെ എല്ലാവരെ കൊണ്ടും എന്റെ ശവം ഞാൻ തീറ്റിപ്പിക്കും, നിങ്ങളൊക്കെ നോക്കിക്കോ എന്നും പറഞ്ഞ് സുശീല ദേഷ്യം പിടിച്ച് അകത്തേക്ക് പോവാട്ടോ. അപ്പോൾ അത് കാണുന്ന സമയത്ത് പ്രതിഭയ്ക്ക് പേടിയാവാണ്. അപ്പോൾ പ്രതിഭ സത്യേട്ട എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടാവും, നീ നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞ് സത്യം ദേഷ്യം പിടിച്ച് അവിടെ നിൽക്കാട്ടോ. അപ്പോൾ ശ്യാമ സോനയോട് പറയണേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് സോനെ, നീ ഭക്ഷണം എടുത്തു വെച്ചേ. എന്നിട്ട് പ്രതിഭ സത്യനെയും കൂട്ടി അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാൻ കേട്ടോ. പിന്നീട് ദാസാറിന്റെ വീട്ടിലെത്തിയ ശേഷം അമ്പിളി കാര്യങ്ങളൊക്കെ ദാസാറിനോട് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ദാസാറ് അമ്പിളിയോടും രഘുവിനോടും കൂടി ചേർന്ന് പറയണം മോളെ അമ്പിളി, ഇപ്പോൾ അണ്ണന്റെ അക്കൗണ്ടിൽ ആകെ 25 ലക്ഷം രൂപയേ ഉള്ളൂ, തൽക്കാലം രഘുവിന് കൊടുക്കാം എന്നാണ് അണ്ണൻ എന്നോട് ഇന്നലെ പറഞ്ഞത്. പക്ഷേ ആ പൈസ കിട്ടിയിട്ട് രഘുവിന് ഇപ്പോൾ എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ അതിൽ നിന്നും 20 ലക്ഷം രൂപ ശബരിക്ക് കൊടുത്ത് അവന്റെ ബിസിനസ് രക്ഷപ്പെടുകയും ചെയ്യും. വിഷു അല്ലേ വരുന്നത്, ഇപ്പോൾ ശബരിയാണെങ്കിലും ആദ്യമായിട്ടാണ് അണ്ണനോട് ഒരു സഹായം ചോദിക്കുന്നത്. അപ്പോൾ വിഷു കഴിയുന്നത് വരെ നീ ഒന്ന് ക്ഷമിക്കുക, അത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന് പറയുമ്പോൾ അമ്പിളി പറയണേ എന്ത് ശരിയാവുമെന്നാണ് അങ്കിൾ പറയുന്നത്? വിഷു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് പിന്നെ അടുത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടാവും, അല്ലെങ്കിൽ ശബരി ആ 20 ലക്ഷം രൂപ കൊടുക്കാതിരുന്നാൽ പോരെ? ദാസാർ പറയണേ അങ്ങനെയാണെങ്കിൽ അപ്പോൾ അണ്ണൻ വേറെ എന്തെങ്കിലും വഴി നോക്കും. പിന്നെ തറവാട്ടിൽ നിന്നും കിട്ടിയ 100 പവന്റെ ആഭരണം എന്നല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് പണയം വെച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആവശ്യം അണ്ണൻ നിറവേറ്റി തരും, അതിനെക്കുറിച്ച് ഞാൻ തന്നെ അണ്ണനോട് സംസാരിച്ചോളാം. അങ്കിളിന് ഇപ്പൊ തന്നെ അച്ഛനോട് പറഞ്ഞാൽ എന്താ, സ്വർണം വിഷു കഴിഞ്ഞാലും ഇപ്പൊ പണയം വെക്കുന്നതും ഒക്കെ ഒരുപോലെയല്ലേ? രഘു പറയണ അതൊന്നും ശരിയാവില്ല അമ്പിളി, കാരണം സ്വർണം പണയം വെച്ച് ആ പൈസ കൊണ്ടൊന്നും ബിസിനസ് തുടങ്ങിയാൽ അതൊന്നും ശരിയാവില്ല, അതിന് പലിശ കൊടുക്കാൻ പോലും തുടക്കത്തിൽ കിട്ടുന്ന ബിസിനസ്സിന് ആ ലാഭത്തിൽ നിന്നും കൊടുക്കാൻ കഴിയില്ല, നമുക്ക് തൽക്കാലം വിഷു കഴിയുന്നത് വരെ കാത്തിരിക്കാം. അമ്പിളി പറയണ അത് ശരിയാണ്, വിഷു ഇനിയും വരുമല്ലോ, അപ്പോഴും അമ്പിളിയും രഘുവും ഇതുപോലെ തന്നെ ഉണ്ടാവും. ശരി അങ്കിളെ, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ എല്ലാ പ്രശ്നവും അങ്കിളിനോടല്ലേ വന്ന് പറഞ്ഞത്, അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്തും അങ്കിളിനെ കണ്ട് സംസാരിക്കാം എന്ന് കരുതി വന്നതാണ് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ അവിടേക്ക് വിനയം വരുന്നത്. അപ്പോൾ വിനയം ചോദിക്കാണ് നിങ്ങൾ ഇതുവരെയും തിരിച്ചു പോയില്ലേ, എന്ത് പണിയാണ് രഘുവട്ട നിങ്ങൾ ഈ കാണിക്കുന്നത്? പറ്റി വിനയ എന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങളെ ഇന്നലെ കണ്ടപ്പോൾ ഇന്ന് തന്നെ പോകുമെന്നല്ലേ പറഞ്ഞ്, എന്നിട്ട് നിങ്ങൾ ഇതുവരെ പോയില്ല, അതിനു മാത്രം എന്ത് പണിയാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്? അമ്പിളി പറയണേ ഞങ്ങൾക്ക് ഇവിടെ പല പണിയും കാണും, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിനക്ക് എന്ത് നഷ്ടമാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ വിനയം പറയണേ എനിക്ക് നഷ്ടമുണ്ടല്ലോ, രത്നത്തിൽ എന്റെ 2 മക്കളും സുഖമില്ലാതെ ഇരിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ നോക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ധൃതി പിടിച്ച് എന്റെ വീട്ടിൽ നിന്നും എന്റെ
എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുപോയത്? എൻ്റെയും ചീരുവിൻ്റെയും മക്കളെ അവിടുത്തെ ജോലിക്കാരി നോക്കിയാൽ മതി എന്നാണോ നിങ്ങൾ കരുതിയത്? രഘു പറയാണ്, അങ്ങനെയല്ല വിനയ, ഞങ്ങൾ ഇന്നലെ തന്നെ പോവണം എന്ന് കരുതിയിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ ഞങ്ങൾക്ക് ചില സാഹചര്യത്തിൽ പോവാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് സുഖമില്ല എന്നുള്ളത് നിന്നോട് ആരാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വിനയം പറയാണ്, ആ സരോജിനി ആൻറ്റി വിളിച്ചിരുന്നു. വിളി പറയാണ്, സരോജിനി ആൻറ്റി ആ വീട്ടിലെ ജോലിക്കാരി ഒന്നുമല്ല. ഞങ്ങളെ പഞ്ചരത്നത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും നോക്കാറുള്ളത് അവരാണ്. നീയും നിന്റെ വീട്ടുകാരും ഒന്നുമല്ലല്ലോ നിന്റെ കുഞ്ഞുങ്ങളെ ഇതുവരെയും നോക്കിയത്. അപ്പോൾ വിനയം പറയണേ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റാത്തതിൽ പല കാരണമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ? അത് കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളെ ഞങ്ങളെ വീട്ടിലെത്തി നല്ലതുപോലെ നോക്കുമായിരുന്നല്ലോ. അവിടുന്ന് നിങ്ങൾ എടുത്തോണ്ട് പോയി എന്തിനാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വേലക്കാരിയെ ഏൽപ്പിച്ചത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓ, അമ്പിളി വിനയനോട് ദേഷ്യപ്പെട്ട് പറയണേ, നിന്നോട് ഞാൻ പറഞ്ഞു സരോജിനി ആൻറ്റി ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയല്ല എന്നുള്ളത്. എങ്കിൽ പിന്നെ എന്താ നിങ്ങളുടെ മകളെ അവിടെ നിർത്താതെ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്? എൻ്റെ മക്കൾ എൻ്റെ വീട്ടിൽ സുഖമായി ജീവിക്കുന്നത് കണ്ട് നിങ്ങൾക്ക് പിടിച്ചില്ല അല്ലേ എന്നങ്ങ് ചോദിച്ചപ്പോൾ രഘുവിനും ദേഷ്യം വരാട്ടോ. അപ്പോൾ രഘു പറയാണ്, വിനയ നീ സൂക്ഷിച്ച് സംസാരിക്കണം. നീ എന്ന് മുതലാണാവോ നീ ആർച്ചമോളെയും ഭദ്രമോളെയും സ്വന്തം മക്കളായി കണ്ടത്? ആ കുഞ്ഞുങ്ങൾ ഇതുവരെയും ജീവിച്ചത് ദേ നിൽക്കുന്ന അമ്പിളിയുടെ കാരുണ്യം കൊണ്ടാണ്. അപ്പോൾ ദാസാറ് പറയണ്, മതി രഘു, നിർത്തിക്കാളെ. ഇനിയിപ്പോ നീ അത് ഏറ്റുപിടിച്ച് പ്രശ്നം വഷളാക്കണ്ട. ഞാൻ വിചാരിച്ചത് അമ്പിളിയും വിനയനും കൂടി സംസാരിച്ച് ഈ പ്രശ്നം അങ്ങ് നിർത്തുമെന്നാണ്. രഘു പറയണേ, ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്. പക്ഷെ ഇവനങ്ങ് കത്തി കയറുകയല്ലേ എന്ന് പറയുമ്പോൾ അമ്പിളി പറയണേ, ഇവന് എല്ലാം തിരിച്ചു കിട്ടിയതിന്റെ അഹങ്കാരമാണ്. ഇവയൊക്കെ സഹായം കൊണ്ടാണ് ഇവനിപ്പോ ഇതെല്ലാം തിരിച്ചു കിട്ടിയത് എന്നുള്ളത് അവൻ ചിന്തിക്കുന്നില്ല. ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ മനുഷ്യ, നമ്മൾ എന്ത് സഹായം ആർക്ക് ചെയ്തു കൊടുത്താലും അതിനൊന്നും ഒരു കാര്യവുമില്ല. അതൊക്കെ നമ്മളെ തന്നെ തിരിഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേൾക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം എന്നും പറഞ്ഞ് രഘുവിനെയും കൂട്ടി അമ്പിളി നേരെ പഞ്ചരത്നത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ദാസാറ് വിനയനോട് പറയണേ, നീ എന്ത് പണിയാടാ കാണിച്ചത് എന്ന് ചോദിക്കുക. അത് അങ്കിളെ, ഞാൻ മനസ്സിലൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല എന്ന് പറയുമ്പോൾ, നീ ചോദിച്ചതിന്റെ നിന്റെ ശൈലിയും നിന്റെ സ്വരവും ഒന്നും ശരിയായിരുന്നില്ല. അവരാണെങ്കിലോ മറ്റു ചില ടെൻഷനിൽ നിൽക്കായിരുന്നു എന്ന് പറയുമ്പോൾ, എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ രഘുവട്ടനെ വിളിച്ച് മാപ്പ് പറഞ്ഞോളാം. വേണ്ട, നീ ഇപ്പൊ ഒന്നും പറയണ്ട. തൽക്കാലം അവരിപ്പോ പഞ്ചരത്നത്തിലേക്ക് പോയിക്കോട്ടെ, ബാക്കിയൊക്കെ നാളെ സംസാരിക്കാം എന്ന് പറയട്ടോ. അങ്ങനെ വിനയൻ നേരെ വീട്ടിലെത്തിയ ശേഷം ലംബോദരനോടും ലതികയോടും ചീരുവിനോടും കാര്യങ്ങളൊക്കെ പറയട്ടോ. അങ്ങനെ ലംബോദരൻ പറയണേ, നീ സംസാരിച്ചത് ശരിയായില്ല വിനയ. കാരണം അവരെല്ലാവരും മനസ്സ് വെച്ചതുകൊണ്ടാണ് ചീരുവും നീയും ഒന്നിച്ചത്. അപ്പോൾ ലതിക പറയണേ, ഇത്രയും കാലം നമ്മുടെ മക്കളെ പൊന്നുപോലെ നോക്കിയത് രഘുവും അമ്പിളിയും ഒക്കെ തന്നെയാണ്. അവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശവുമില്ല എന്ന് പറയുമ്പോൾ, ഞാൻ അവരെ ചോദ്യം ചെയ്തതല്ല അമ്മേ. ഞാൻ ദാസാറുടെ വീട്ടിൽ അവരെ കണ്ടപ്പോൾ എന്തിനാണ് പഞ്ചരത്നം വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തനിച്ചാക്കി പോകുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതുള്ളൂ. അപ്പോഴത്തേക്കും അമ്പിളി ചേച്ചി എന്നെ കടിച്ചു കീറാൻ വരികയായിരുന്നു. എന്തൊക്കെ കണക്കുകളാണ് അവിടെ വെച്ച് നിരത്തിയതെന്നോ, അഞ്ചത്തിമാർ കാരണം അവരുടെ ജീവിതം തൊലഞ്ഞു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ ചീരു പറയാണ്, അതൊന്നും വിനയേട്ടനെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അനിയത്തിമാർക്ക് വേണ്ടി അമ്പിളി ചേച്ചിയും രഘുവേട്ടനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കായിട്ട് ഒരു ജീവിതമോ കുടുംബമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അച്ഛനോടും ഞങ്ങളോടുമൊക്കെ അമ്പിളി ചേച്ചി ഇപ്പോൾ പ്രതികരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് വിനയേട്ടൻ അവരെ പോയി കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു. വിനയം പറയാൻ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല ചീരു എന്ന് പറയുമ്പോൾ, എന്തായാലും വിനയേട്ടൻ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. ഇതിപ്പോ സരോജിനി ആന്റി അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര വിഷമമുണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ നോക്കുന്നത് സരോജിനി ആന്റിയാണ്. വിനയേട്ടൻ കാരണം എല്ലാവരുടെയും മനസ്സ് വിഷമിപ്പിച്ചു. അപ്പോൾ വിനയം പറയണേ, ഞാൻ എല്ലാവരോടും പോയി മാപ്പ് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നെ ഒന്ന് പഞ്ചരത്ന വീട്ടിലേക്ക് ആക്കി തന്നാ മതി, ഞാൻ നോക്കിക്കോളാം എന്റെ കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ ലതിക പറയണേ, ഏയ് നീ ഇപ്പൊ അവിടേക്ക് പോവാനോ? അതൊന്നും വേണ്ട. ലംബോദരൻ പറയണേ, അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ വിനയം പറയണേ, അതൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഏതായാലും വിഷുവിന് നമ്മളെല്ലാവരും അവിടേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പ്രശ്നമൊക്കെ ഞാൻ തന്നെ പരിഹരിച്ചോളാം. പിന്നീട് അമ്പിളിയും രഘുവും പഞ്ചരത്ന വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ സരോജിനി ആന്റി വരികയാണ് പുറത്തേക്ക്. എന്നിട്ട് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അമ്പിളി ദേഷ്യപ്പെട്ട് സരോജിനിയോട് പറയാണ്, വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം എൻ്റെ കുഞ്ഞിനെ. അപ്പോൾ രഘുവിനോട് ചോദിക്കുകയാണ്, എന്തു പറ്റി അമ്പിളിക്ക് എന്ന് ചോദിക്കുമ്പോൾ, അവളുടെ സ്വഭാവം സരോജിനി ആന്റിക്ക് അറിയാവുന്നതല്ലേ. രഘു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. ആരാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളോട് വിനയനാണ് പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും അമ്പിളി ദേഷ്യപ്പെട്ട് വരികയാണ്, ഇപ്പൊ കൊച്ചുങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലല്ലോ സരോജിനി ആന്റി, പിന്നെ എന്തിനാണ് നിങ്ങൾ ചീരുവിനെ വിളിക്കാൻ പോയത്? അടുത്ത എപ്പിസോഡിൽ മഞ്ചാടിയോട്
മാഷ് സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, മോളെ വിഷുവിൻ്റെ അന്ന് ഞാൻ നിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാനിരിക്കുകയാണ്. അന്നിപ്പോൾ പാർവതിയും മുത്തശ്ശിയും ഒക്കെ വരുന്നുണ്ട്. അവരുടെ മുന്നിൽ വെച്ചാണ് നിൻ്റെ ഈ കാര്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ മഞ്ചാടിയുടെ മനസ്സിൽ എന്തായിരിക്കും അച്ഛൻ്റെ തീരുമാനം? ജീവൻ രാജുമായിട്ടുള്ള വിവാഹത്തിന് അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല, അച്ഛനും വീട്ടുകാരും സമ്മതിക്കില്ല, എന്ത് ചെയ്യണം എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. പിന്നീട് ജീവൻ രാജുമായി സംസാരിക്കുകയാണ്. അപ്പോൾ ഒപ്പം ആസിഫും കൂടി ഉണ്ടാവും കേട്ടോ. എൻ്റെ വീട്ടുകാർ ഒരിക്കലും ജീവനുമൊത്ത് ജീവിക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ ജീവനും ജീവന് ജീവിക്കാൻ ഞാനും മാത്രം മതി എന്ന് പറയട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി ഒപ്പിടാനുള്ള തീരുമാനമൊക്കെ നടത്തുകയാണ്. അങ്ങനെ ജീവൻ രാജു മഞ്ചാടിയും കൂടി ചേർന്ന് അവരുടെ വിവാഹം അമ്പലത്തിൽ വെച്ച് അവർ തന്നെ അങ്ങ് നടത്തുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കഴുത്തിൽ മാല ഇട്ടുകൊണ്ട് വരികയാണ്. മഞ്ചാടി കാണുന്ന ഒരു സ്വപ്നമായിരിക്കും കേട്ടോ. പിന്നീട് ദാസാറ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മഞ്ചാടിയുടെ അക്കാര്യം പറയുകയാണ്. ആ കാര്യം മറ്റൊന്നുമല്ല, ജീവൻ രാജും മഞ്ചാടിയും തമ്മിലുള്ള കല്യാണത്തെക്കുറിച്ചാവട്ടോ പറയുക. അങ്ങനെ അത് കേൾക്കുന്ന മഞ്ചാടി തന്നെ ആകെ അതിശയിച്ചു പോവുകയാണ്. അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്നുള്ളത് മഞ്ചാടി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. മഞ്ചാടിയുടെയും ജീവൻ രാജിൻ്റെയും വിവാഹം നടക്കാൻ പോവുകയാണ്.